വരെയൊക്കെ നമ്മൾ ലോകത്തിലെ പല പ്രദേശങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ, ഉം, അവരുടെ ചിന്തകൾ, ഉം, അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉം, ഉണ്ടായ ലോകത്തെ മാറ്റിമറിച്ച കാര്യങ്ങൾ, ഉം, ഗവേഷകർ നടത്തിയ പഠനങ്ങൾ, ഉം. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളൊരു യാത്ര പഠിക്കുന്നത്. അതെ. അല്ലാതെ കുറേ സ്ഥലം വെള്ളച്ചാട്ടം കാണിച്ചിട്ട് തിരിച്ചു വരികയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ മനുഷ്യരുടെ എക്സ്പോഷർ കൂടും തോറും നമ്മൾ കാണാതെ പഠിച്ച, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച പലതും അതൊന്നും അല്ലോ ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് ഉം, മനസ്സിലാവും. ഇപ്പോൾ ഉം, ഉദാഹരണത്തിന് നിങ്ങൾ എത്യോപ്യയിൽ ചെന്ന് കഴിയുമ്പം ആ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഏറ്റവും പൂർവികയായ ഒരു സ്ത്രീയുടെ അസ്ഥി കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഉം, ലൂസി എന്നാണ് ആ സ്ത്രീക്ക് ഒരു പേരിട്ടിരിക്കുക, ഗവേഷകർ പേരിട്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ രൂപമായിട്ട് വലിയ സാധിച്ചൊന്നുമില്ല, ഒരു ഒരു കൊച്ച് ഇത്രയൊക്കെ കാണുള്ളൂ അതിന് ഉയരം. അവരുടെ അസ്ഥി കൂടാണ്. ലൂസിയാണ് ഇന്നുവരെ കിട്ടിയതിലെ മനുഷ്യനുമായിട്ട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു ജീവിയുടെ അസ്ഥികൂടം. ഓ, അതായത് അവിടെ അതാണ് നമ്മുടെ മുത്തശ്ശി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഈ എത്യോപ്യ ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ച് പിന്നെ ഇങ്ങനെ വടക്കോട്ട് യാത്ര ചെയ്ത് ഏഷ്യൻ പ്രദേശങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും പോയെന്ന് തന്നെയാണ് നരവംശ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഉം, അല്ലെങ്കിൽ ആ ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. ജനിതക പഠനം, പിന്നെ എന്താണ് ഈ ഫോസിലുകളുടെ പഠനം, അങ്ങനെ പല പഠനങ്ങളും ശാസ്ത്രം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഉം, ഇപ്പം നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ എല്ലാം നമ്മൾ നിരാകരിക്കുകയും ചെയ്യും. ഉം. എന്നാൽ നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അമേരിക്കയിലിരിക്കുന്നവരോട് തത്സമയം ഫോണിൽ സംസാരിക്കാൻ കഴിയുന്ന ശാസ്ത്രത്തിൻ്റെ ഇതിലെ ഫെസിലിറ്റി എല്ലാം നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അതെ. ശരിയല്ലേ? രണ്ടുണ്ട്. ഇത് അതെ. ഇരട്ടത്താപ്പാ. ഇരട്ടത്താപ്പാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ആ ശാസ്ത്രത്തെ പൂർണ്ണമായിട്ട് നിരാകരിക്കണം. ഉം, ശാസ്ത്രം എല്ലാം പൊട്ടത്തരമാണെന്ന് പറയുന്നതിന് മുമ്പ് ഇതെല്ലാം ശാസ്ത്രം നിങ്ങൾക്ക് തന്ന മെഡിക്കൽ സയൻസിലെ സാധ്യതകൾ, ഉം, നിങ്ങൾക്ക് ഹാർട്ട് ബ്ലോക്ക് വന്നാൽ സ്റ്റെൻഡ് ഇടും, ഉം. ശാസ്ത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇല്ല. പ്രമേഹം വന്നാൽ അത് നിയന്ത്രിക്കാൻ നിങ്ങൾ ഗുളിക കഴിക്കും, അതെ. അത് ശാസ്ത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ക്യാൻസറിന് ട്രീറ്റ് ചെയ്യും, വലിയൊരു ശതമാനവും ചികിത്സയിൽ വിജയിച്ച് പുറത്തു വരുന്നു, അതെ. ഗുണം കിട്ടുന്നു. നിങ്ങളുടെ ഡയഗ്നോസിസ്, നിങ്ങളുടെ അസ്ഥി പൊട്ടിയാൽ പോലും നിങ്ങൾ അതിന് ആശുപത്രിയിൽ പോയി ഏതാനും മാസം കൊണ്ട് അത്, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് അത് പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. MRI സ്കാന്, CT സ്കാന് പോലുള്ള ഫെസിലിറ്റി എല്ലാം നിങ്ങൾ ഉപയോഗിക്കും. എന്നാൽ ശാസ്ത്രത്തെ നിങ്ങൾക്ക് വിശ്വാസവും. ഉം. ഇത് ശരിയല്ല. നമ്മൾ പുതിയ വണ്ടി വാങ്ങുന്നിടത്ത് നാരങ്ങ വെച്ച് മാലയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് പോവും. അപ്പൊ ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ. മനുഷ്യൻ എപ്പോഴും ദുർബലനാ. ഓക്കെ. ഈ ദൗർബല്യം എന്ന് പറയുന്നത് എന്താണ്? അവൻ എല്ലാ കാര്യങ്ങളിലും അവന് നിയന്ത്രണമില്ല. ഉം, അവൻ ഏറ്റവും അധികം